തിരുമേനിയാ അല്ലേ? വകയിൽ വകയിൽ അപ്പൊ നേരെ ഉള്ളതല്ല അല്ലേ? അപ്പോ രണ്ട് വക്കീലന്മാര് കാണാൻ വന്നിരിക്കുന്നു തിരുമേനി ഒന്ന് അറിയിക്കാം. സമയമിതപൂർവസായാനം. വെച്ചര് വെച്ചര്. എന്താ ഇപ്പോ? ആരാ? എന്ത് വിശേഷ ഇപ്പൊ കണ്ടിട്ട്? ഓരോന്നും ചോദിച്ചും പറഞ്ഞും പിന്നെയും മനസ്സ് വേദനിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ കണ്ടിട്ടും കേട്ടിട്ടും എന്താ ഫലം? എന്റെ ഗുപ്തൻകുട്ടിയെ നിങ്ങൾ തിരിച്ചു തരുവോന്ന്? ഒരു പൂമ്പാറ്റയെ പോലും നോവിക്കാത്ത എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞവന്മാര് സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ കാലുറപ്പിച്ച് നടക്കണില്ലേ? അവരെ ജീവനോടെ എന്റെ മുമ്പിൽ നിർത്തി തരുവോ നിങ്ങള്? എന്നിട്ട് വർത്താനം പറഞ്ഞാ മതി. തരുവോ? തിരുമേനിയുടെ മകന്റെ മരണത്തിന് ഉത്തരവാദി അവൻ ആരായിരുന്നാലും ഈ കാൽക്കൽ കൊണ്ടുവന്ന് നിർത്തിത്തരും 10 ദിവസത്തിനകം. എന്താ ഇങ്ങനെ നിലമറന്ന്? ശരി ശരി, എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. രണ്ടു വക്കീലന്മാരും പേര് പറഞ്ഞില്ല. എന്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ വേറൊരു ഹരികൃഷ്ണൻ. എന്തായത്? അസലായി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രഗത്ഭരായ അഭിഭാഷകരല്ലേ ഹരികൃഷ്ണന്മാർ? അത് നിങ്ങൾ രണ്ടുപേരാ? എന്നിട്ടാ പാവത്താന്മാരെ പോലെ പതുങ്ങി നിന്ന് കളഞ്ഞത്. ഇത് രാമപ്പൻ, കോലോത്തെ ഒരു തായ്വഴിയിലെ അകന്ന ബന്ധുവാ. 2 മക്കളുണ്ട്. മദ്രാസിലാ, ഒരാൾ ഡോക്ടറാ. ഗുപ്തന്റെ മരണം അറിഞ്ഞ് എത്തിയിട്ടുണ്ട്. എല്ലാരും ചെറുപ്പം മുതലേ ഇവിടെ തന്നെ ആയിരുന്നു. ഗുപ്തൻ ഒരു സഞ്ചാരപ്രിയനായതുകൊണ്ട് രാമപ്പനും കുട്ടികളുമായിരുന്നു എനിക്ക് കൂട്ട്. എന്തൊക്കെയാ അറിയേണ്ടത് ചോദിച്ചോളൂ. ഗുപ്തൻ പെരുമാറിയിരുന്ന ഈ ചുറ്റുപാടുകളുമായി ഒന്ന് പരിചയപ്പെടുക. പിന്നെ തിരുമേനിക്ക് മകനെ പറ്റി പറയാനുള്ളതൊക്കെ കേൾക്കുക. യാത്രയിൽ ചില സൂചനകളൊക്കെ കിട്ടി. ഗുപ്തൻ ഒരു അന്തർമുഖനായിരുന്നു എന്നും ഒരു മഹാപ്രതിഭാശാലിയായിരുന്നു എന്നും ഒക്കെ. നന്നായിട്ട് പാടുമായിരുന്നു എന്ന് കേട്ടു. എന്താ ഈ പറയണേ? കുട്ടിയുടെ വിരല് വീണയിലൊന്നും മുട്ടിയാ മതി, പിന്നെ ഇവിടെ ഒരു ഗന്ധർവോത്സവാ. കവി, ഗായകൻ, തത്വചിന്തകൻ, അങ്ങനെ പലതുമായിരുന്നു എന്റെ കുട്ടി. പുറത്തെ ഒരുക്കങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഇന്ന് തൃക്കാർത്തികയാ. കോലോത്തെ ക്ഷേത്രത്തിലെ കൊടിയേറ്റവും ഇന്നാ. ഗുപ്തൻകുട്ടിയില്ലാത്ത ഒരു കാർത്തികയും ഉത്സവവും. തൃക്കാർത്തികയ്ക്ക് തിരുതെളിച്ച് കൊടിയേറി കഴിഞ്ഞാൽ തുടർന്ന് 9 ദിവസത്തെ ദേവീ പൂജയും ഉത്സവമാണ്. 10ാം നാളിൽ കീർത്തനം പാടി പ്രീതിപ്പെടുത്തി ക്ഷേത്രത്തിൽ നിന്ന് ദേവിയെ കോലത്തേക്ക് എഴുന്നള്ളിക്കുന്നത് എന്റെ ഗുപ്തൻകുട്ടിയായിരുന്നു. എഴുന്നള്ളിയ ദേവിയുടെ മുമ്പില് എന്റെ കുട്ടി നിൽച്ചു. ഞാൻ മാളികപ്പുരയിൽ പോയി കുളിച്ചീറിനോടെ വന്ന് കുട്ടിയുടെ ശിരസിൽ പുഷ്പം തൊട്ട് അനുഗ്രഹിക്കും. പിന്നെ കോലത്തിന്റെ അനന്തരാവകാശി തനിക്കുള്ളതെല്ലാം, രാജ്യവും ഉടവാളുമെല്ലാം അടിയറ വെച്ച് നിസ്വനാകും. ഒന്നുമില്ലാത്തവൻ. കീർത്തനവും ദീപാലങ്കാരവും കൊണ്ട് പ്രീതിപ്പെട്ട ദേവി അടുത്ത 1 വർഷത്തെ സൽഭരണത്തുള്ള അനുമതിയും തന്ന് ഉടവാളും തിരിച്ചേപ്പിച്ചു മടങ്ങും. അതാണ് ചടങ്ങ്. കഴിഞ്ഞ 20 വർഷമായി ദേവിയെ കീർത്തനം പാടി ആനയിക്കുന്നത്, ഉടവാൾ ഏറ്റുവാങ്ങുന്നത് എല്ലാം എന്റെ ഗുപ്തനായിരുന്നു. ഇക്കൊല്ലം 10ാം നാൾ രാത്രി ദേവിയെ കീർത്തനം പാടി എഴുന്നള്ളിപ്പിക്കാൻ ആരാ? മാളികപ്പുരയിലെ കുളി കഴിഞ്ഞ് ഈറനെടുത്തു വന്ന് ഞാൻ ആരെയാ പുഷ്പം തൊട്ട് അനുഗ്രഹിക്കുക? ആരാ ഉടവാളേറ്റു വാങ്ങുക? തിരുമനസ് വിഷമിക്കരുത്. ഗുപ്തൻകുട്ടി വരും. എന്താ ഈ പറയണേ? ഒരാള് പറഞ്ഞു ഗുപ്തൻകുട്ടിയെ കൊന്നവരെ മുമ്പിൽ കൊണ്ട് പിടിച്ചു നിർത്താന്ന്. കൂട്ടുകാരൻ പറയണു ഗുപ്തൻകുട്ടി തന്നെ വരുന്ന്. വരും തന്നെയാ മനസ്സില്. വരില്ല എന്ന് വിശ്വസിക്കാൻ പറ്റണില്ല കുട്ടികളെ. വരും തിരുമനസ്, വരും. ഹരയ്ക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് അങ്ങയോട്. എന്തൊക്കെയാ അറിയേണ്ടത് ചോദിച്ചോളൂ. ഗുപ്തൻ അടുപ്പക്കാരെന്ന് പറയാൻ വേണ്ടി ആരെങ്കിലും? എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ഈ അടുത്ത കാലത്താ 5-6 കോളേജ് വിദ്യാർത്ഥികളുമായിട്ട് ഇവിടെ വന്ന് 2 ദിവസം താമസിച്ചത്. പാട്ടും കവിതയും വലിയ ബഹളായിരുന്നു. അപ്പോഴാ ഞാൻ അറിയണത് ഗുപ്തൻ ഏതോ കോളേജില് വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നു. ഏതാ കോളേജ്?
എന്തോ പറഞ്ഞു, ഞാനത് മറന്നു. ഒന്ന് ഓർത്തു നോക്കിയേ. ഇല്ല, ഞാൻ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. ഗുപ്തനുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും? ആ, ഗുപ്തകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കാർത്തിക വിളക്കിന്റെ നടുവിൽ ഒരു കല്യാണ പെണ്ണുകൂടി ഉണ്ടാവുമായിരുന്നു. വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞ ഗുപ്തൻ ഈ അടുത്ത കാലത്തിനോട് പറഞ്ഞു, അച്ഛൻ കൊതിക്കുന്നത് പോലൊരു പെണ്ണ് ഈ വർഷത്തെ കാർത്തിക വിളക്ക് കൊടുത്താൽ അവന്റെ ഒപ്പം ഉണ്ടാവുന്നു. ആ പെൺകുട്ടിയെ കുറിച്ച് ഗുപ്തൻ തിരുമേനോട് എന്തൊക്കെ പറഞ്ഞിരുന്നു? മോഹിനി എന്നാണ് പേര് എന്ന് മാത്രം സൂചിപ്പിക്കണ്ടായി. മോഹിനിയോ അതോ മീരയോ? ഏയ് അല്ല, മോഹിനി വർമ്മ. എന്താ രണ്ടുപേർക്കും ഒരു അന്താളിപ്പ്? ഒന്നുമില്ല തിരുമേനി. ഗുപ്തന്റെ കിടപ്പൂറിയും വായനമുറിയൊക്കെ ഒന്ന് കണ്ടാക്കൊള്ളാന്നുണ്ട്. അതിനെന്താ, ദാ മുകളിലെ കിഴക്ക് ഭാഗത്താ, ഒന്നും അനക്കിയിട്ടില്ല, എല്ലാം അങ്ങനെ തന്നെ വെച്ചിരിക്കുക. പോയി കണ്ടുള്ളൂ. തെറ്റിയത് തിരുമേനിക്കല്ല, തെറ്റിക്കാൻ നടക്കുന്ന മീരയ്ക്കുമല്ല. തെറ്റില്ല എന്ന് കരുതിയ നമുക്കാ തെറ്റിയത്. മോഹിനി വർമ്മ ഒരു കെട്ടുകഥയല്ല. ഗുപ്തന് മോഹിനി വർമ്മ അയച്ച കത്തുകൾ ഇവിടെ നിന്ന് കിട്ടി തുടങ്ങുന്നു. ഇവിടെ നിന്ന് ഒരു കടങ്കഥയിലെ നായികയെ പോലെ ഉണ്ടല്ലോ ഈ മോഹിനി വർമ്മ. ഗുപ്തനെ ഇവിടെ സ്നേഹിച്ചതും ആരാധിച്ചതൊന്നും വെറുതെ അല്ല. ഗുപ്തനോളം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രതിഭയുള്ള പെണ്ണായുള്ളൂ. എന്താ, എല്ലാം കണ്ടോ? കണ്ടു. ഞങ്ങൾ ഇറങ്ങാണ് മനസ്സിൽ. എന്താ ഇത്, കോലോത്ത് വന്നിട്ട് 2 ദിവസം തങ്ങാണ്ട് ഒന്നും കഴിക്കുക പോലും പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട് തിരുമനസ്സേ, അതുകൊണ്ടാ. പിന്നെ ഗുപ്തന് മോഹിനി അയച്ച കത്തുകളും കവിതകളും ഒക്കെ ഞങ്ങളൊന്ന് കൊണ്ടുപോവുക. തിരിച്ചേൽപ്പിക്കാം, വിരോധമല്ലോ. എന്താ വിരോധം? പക്ഷേ നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇനിയും തിരിച്ചു വരുമല്ലോ. ആ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, രാമപ്പന്റെ മകനാ ഡോക്ടർ ജയകുമാർ. ഞാൻ ഹരി. ഞാൻ കൃഷ്ണൻ. ഇതെന്റെ ബ്രദർ പ്രേംകുമാർ. ഹരി. കൃഷ്ണൻ. ഞങ്ങൾ ഇറങ്ങുന്നു. എന്താ കേസന്വേഷണമൊക്കെ ഈ വഴിക്ക് തിരിഞ്ഞോ? തിരിഞ്ഞില്ല, തിരിച്ചു. കൊള്ളാം. കുറ്റബോധം തീർക്കാൻ പറ്റിയ അന്തരീക്ഷം. മുഖവരെയൊന്നുമില്ലാതെ ഒരു കാര്യം ഒന്ന് ചോദിക്കുക. ഗുപ്തന് മറ്റൊരു കാമുകി ഉണ്ടായിരുന്നല്ലേ? മറ്റൊരു കാമുകിയല്ല, ഗുപ്തന് ഒരു കാമുകി ഉണ്ടായിരുന്നു, മോഹിനി വർമ്മ. അപ്പോ മോഹിനി വർമ്മയും ഗുപ്തനും തമ്മിലുള്ള അടുപ്പത്തിന്റെ കഥകളൊക്കെ അറിയാവുന്ന മീര അത് ഒളിപ്പിച്ചു വെച്ചു. എന്തിന്? എന്താണ് ഹരേ? അതിന് മീരയ്ക്ക് മീരയുടേതായ ന്യായമായ കാരണങ്ങളുണ്ട്. മീര ഗുപ്തനെ സ്നേഹിച്ചു. പക്ഷെ ഗുപ്തൻ സ്നേഹിച്ചതോ മോഹിനി. താൻ സ്നേഹിക്കുന്ന പുരുഷൻ യഥാർത്ഥത്തിൽ മറ്റൊരു സ്ത്രീയാണ് തീവ്രമായി സ്നേഹിക്കുന്നത് എന്നറിയുന്ന ഏതൊരു സാധാരണ പെണ്ണിനും സമനില തെറ്റില്ലേ? തെറ്റാം. അനുനയം പറഞ്ഞു ഫലിച്ചില്ലെങ്കിൽ അസൂയമൂത്ത് കാമുകനെ അപകടപ്പെടുത്താം. പണക്കാരായ അച്ഛന്മാരുണ്ടെങ്കിൽ കുറ്റം മറ്റുള്ളവരുടെ മേൽ ആരോപിച്ച് രക്ഷപ്പെടാം. കുറ്റബോധം തീർക്കാൻ പർണശാല കെട്ടി പാർക്കാം. അറിയാവുന്ന വക്കീലന്മാര് പോയിന്റ്സ് കണക്ട് ചെയ്ത് വാദിച്ചാലേ കുടുങ്ങും. മോഹിനി വർമ്മയുടെ ക്ഷണപ്രകാരം പൊന്നൂരിലെത്തിയ ഗുപ്തനുമായിട്ട് മീരയ്ക്ക് എന്തായിരുന്നു ബന്ധം? ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മോഹിനിയെ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിക്കാൻ ഗുപ്തനെ സഹായിച്ച ഒരു ചങ്ങാതി മാത്രമായിരുന്നു ഞാൻ. ഹരേ, കേട്ടില്ലേ? മീരയും ഗുപ്തനും വെറും ചങ്ങാതികൾ മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ചങ്ങാതികൾ ഹോട്ടൽ മുറിയിൽ ഒരു രാത്രി കിടക്ക പങ്കിട്ടതോ? കഷ്ടം.
ഒട്ടാകെ അറിയപ്പെടുന്ന 2 അഡ്വക്കേറ്റ്സ്. നിങ്ങളൊക്കെ ഇത്രയ്ക്കേ ഉള്ളെന്ന് ഇപ്പൊ മനസ്സിലായി. ഹരിയും കൃഷ്ണനും ഒരു മുറിയിൽ കിടന്നു പോയാ അവിടെ കിടക്ക പങ്കുവെക്ക. ആണിനും പെണ്ണിനും ഒരു മുറിയിൽ സുഹൃത്തുക്കളായിട്ട് കഴിയാമെന്ന് പറയുമ്പോ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. കാരണം നിങ്ങൾക്കത് സാധിക്കില്ല. പക്ഷേ ഗുപ്തന് സാധിക്കുമായിരുന്നു. എനിക്കും. മോഹിനിയുടെ കത്തുകളും കവിതകളും ചർച്ച ചെയ്തുകൊണ്ട് ഒരു രാത്രി വെളുക്കുവോളം ഞങ്ങൾ ഹോട്ടൽ മുറിയിലുണ്ടായിരുന്നു. ശരിയാ. പക്ഷെ ഞങ്ങൾ പങ്കുവച്ചത് മോഹിനിയെക്കുറിച്ചുള്ള ഗുപ്തന്റെ മനോരാജ്യങ്ങളായിരുന്നു, കിടക്കയല്ല. ഗുപ്തനുമായി 5-6 ദിവസത്തെ പരിചയമേ ഉള്ളൂ എനിക്ക്. ആദ്യം കണ്ടപ്പോൾ തന്നെ അടുത്തു. വായിക്കുന്ന പുസ്തകങ്ങൾ സമാനം, ചിന്തകൾ സമാനം, റിസർച്ചിന് ഞങ്ങൾ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ പോലും സമാനം. ഗുരുസ്ഥാനത്ത് നിർത്താനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. സുഹൃത്തായ മതിയെന്ന് പറഞ്ഞത് ഗുപ്തനായിരുന്നു. ഗുപ്തൻ ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്കറിയില്ല. കുറെയൊക്കെ അറിയാം. ജീവിതത്തിന്റെ അർത്ഥവും അർത്ഥശൂന്യതയും ഒക്കെ മനസ്സിലാക്കിയിരുന്ന ഒരു അവധൂതനായിരുന്നു ഗുപ്തൻ. അതേസമയം തികഞ്ഞ ഒരു സ്വപ്നജീവി. ഗുപ്തൻ ഇൻഡോറിൽ MA പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഫസ്റ്റ് BA പഠിച്ചിരുന്ന പെൺകുട്ടിയാണ് മോഹിനി. വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ നിന്ന് അവൾ ഗുപ്തന് പല കത്തുകൾ എഴുതി. ആരോ ബന്ധനസ്ഥയാക്കിയ ഒരു പാവം പെണ്ണ്. ഒരുപക്ഷെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാഫിയ ഗ്രൂപ്പ്. ഏതായാലും അവൾ ഒരു സ്വർണ്ണ തടവറയിലായിരുന്നു. രക്ഷപ്പെട്ട് ഗുപ്തൻ ലലിഞ്ഞു ചേരാൻ ഒരുപാട് കവിതകൾ എഴുതി. ആ കവിതകളെ ഗുപ്തൻ സ്നേഹിച്ചു. കവിതകളിലൂടെ അവളെ പൊന്നൂരിലേക്ക് വരാൻ ക്ഷണിച്ചവൾ കത്തെഴുതിയപ്പോൾ ഗുപ്തൻ വന്നു. അത്രേ ഞങ്ങൾക്കറിയൂ. ബാക്കി അറിയാവുന്നത് മീരയ്ക്കാണ്. അത്രയൊക്കെ എനിക്കും അറിയാവുള്ളൂ. ഗുപ്തനുമായി ഈ പൊന്നൂരിൽ എല്ലായിടവും മോഹിനി അന്വേഷിച്ച് ഞങ്ങൾ നടന്നു. കണ്ടില്ല. അവൾ ഇപ്പോഴും കാണാമറിയത്തെങ്ങോ ഇരിപ്പുണ്ട്. എനിക്കവളെ കണ്ടുപിടിക്കണം. മോഹിപ്പിച്ചതും ഇവിടെ ക്ഷണിച്ചു വരുത്തിയതും എന്തിനായിരുന്നു ചോദിക്കണം. രക്ഷിക്കേണ്ടവളാണെങ്കിൽ രക്ഷിക്കണം, ശിക്ഷിക്കേണ്ടവളാണെങ്കിൽ ശിക്ഷിക്കണം. ഒന്നറിയാം, അന്വേഷണം മോഹിനിയുടെ നേർക്ക് തിരിയുന്നു എന്ന് പരസ്യമായാൽ അവളെ തടങ്കലിൽ വെച്ചിരിക്കുന്നവരോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകളെ. താൽക്കാലികമായിട്ടാണെങ്കിലും ഗബ്രിയേലിനെ കുറ്റക്കാരനായി കാണാൻ ശ്രമിച്ചതും എല്ലാം മറച്ചുവെച്ചതും അതുകൊണ്ട് തന്നെയാണ്. അതായത് മോഹിനി വർമ്മ എന്ന പേര് ഈ കേസിലേക്ക് വലിച്ചഴക്കരുത് എന്ന് മീര ആഗ്രഹിക്കുന്നു. ഓക്കെ. ഇപ്പോ നമ്മൾ പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയ സ്ഥിതിക്ക് മീരയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ എതിര് നിൽക്കില്ല. മാത്രമല്ല, 9 ദിവസത്തിനകം മോഹിനി വർമ്മയെ ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച് മീരയുടെ മുമ്പിൽ നിർത്തും. പോരെ? പക്ഷേ മോഹിനിയുടെ കുറെ കത്തുകൾ മിസ്സിംഗ് ആണ്. ഇല്ല, എന്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് അതൊന്ന് കാണാൻ പറ്റുമോ? വീട്ടിലിരിക്കാണ്. ശരി, ഞങ്ങൾ നാളെ രാവിലെ 10 മണി. അപ്പോ ഇപ്പൊ പോവാം. ചില ചോദ്യങ്ങളൊക്കെ അസ്ഥാനത്തായി പോയി എന്നറിയാം. ഏത് കിടക്ക? അത് വക്കീലന്മാരല്ലേ, ക്ഷമിക്കണം. നോ ഹാർഡ് ഫീലിംഗ്സ്. ഏയ്, ഒന്നുമില്ല. അപ്പോ ഓക്കെ, ബൈ. ചെയ്യൂ. ആ പാവം ഗബ്രിയലിന് എന്തിനാ വെറുതെ? ഇന്ന് തന്നെ ഇറക്കിക്കൂടെ? ഷുവർ ഷുവർ ഷുവർ.